ഫ്രണ്ട്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. IT കഴിഞ്ഞവർക്ക്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, PG കഴിഞ്ഞവർക്ക് അപ്ലൈ പറ്റുന്ന വേക്കൻസികളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കാം. ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം ITI ട്രേഡിൽ ഏതൊക്കെയാണ് വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കൂടെ കാണാം. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ, നിങ്ങൾക്കൂടെ ഇത് ഞാൻ റീഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കൂടെ കാണാം എല്ലാവിധ ട്രേഡുകളിലും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ട്രേഡുകളിൽ, അതായത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 92 വേക്കൻസി ഉണ്ട്. ഇപ്പോൾ ഇതിലേക്ക് മന്ത്ലി നിങ്ങൾക്ക് 11,000 രൂപയാണ് ലഭിക്കുക. പിന്നെ നിങ്ങൾക്ക് അടുത്തത് SSLC ആണ്. SSLC കഴിഞ്ഞവർക്ക്, 10th കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൈൻഡർ ഇൻറ്റേൺ, അതുപോലെ പെയിൻറ്റർ ഇൻറ്റേൺ, അതുപോലെ സ്കഫോൾഡർ ഇൻറ്റേൺ എന്ന് പറയുന്ന വിവിധ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. 80 വേക്കൻസി ടോട്ടൽ. അതിൽ 11,000 പെർ മന്ത്. പിന്നെ നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ ITI കഴിഞ്ഞവർക്ക് ഇന്ത്യൻ വെയർ ഹൗസ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന 27 വേക്കൻസി ഉണ്ട്. 11,000 ആണ് നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. ITI ഇന്ന ട്രേഡ് എന്നൊന്നുമില്ല, ജസ്റ്റ് ITI കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ വെയർ ഹൗസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ +2 ഏത് നിങ്ങൾക്ക് സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഏതെടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ITI വെച്ചിട്ട്. അപ്പോൾ അടുത്തത് ഡിപ്ലോമയാണ്. ഡിപ്ലോമ നിങ്ങൾക്ക് ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന വിവിധ ഡിസിപ്ലിൻ ഉണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞ് ഫാർമസി, നഴ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കാറ്ററിംഗ്, അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസിയാണ്. 16 വേക്കൻസി, 13,000 പെർ മന്ത് ലഭിക്കുക. പിന്നെ ഗ്രാജുവേഷനാണ്. ഇതിലേക്ക് ക്ലറിക്കലാണ്, 11 വേക്കൻസിയാണ്. ഇതിലേക്ക് BA, BCom, BSc ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 13,000. അത് ഇന്ന സബ്ജക്റ്റ് ഒന്നും ഒരു വിഷയമല്ല. ജസ്റ്റ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള BA, BCom അല്ലെങ്കിൽ BSc അങ്ങനെയുള്ള BBA അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, BA അല്ലെങ്കിൽ BSc ഒക്കെ. ഇനി ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് എനിക്ക് ഇന്ത്യൻ ഹിന്ദിയാണ്. ഹിന്ദിയിൽ PG വേണം. അതിൽ ഒരു വേക്കൻസിയാണ്. 13,000 പെർ മന്താണ് ലഭിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഒരു സ്കീം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാനൊന്ന് പറയാം. അതായത് ഇതൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇൻറ്റേൺഷിപ്പ് സ്കീമിലാണ് ഇത് വിളിച്ചിരിക്കുന്നത്. 26 ഓഗസ്റ്റ് 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 9 മാസത്തേക്കുള്ള ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് ആണ്. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ കുറച്ച് കണ്ടീഷന് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇൻറ്റേൺഷിപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം ഇതിലേക്ക് എക്സാമോ അപേക്ഷാ ഫീസോ ഒന്നും തന്നെ ഇല്ല. ഇനി ഇതിൻ്റെ ഓരോതിൻ്റെയും എലിജിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് വിളിച്ചിരിക്കുന്ന നമുക്ക് IT ആണല്ലോ. അപ്പോൾ ITൻ്റെ ആ ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് അതായത് ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ടേബിൾ 1B ആണ് കേട്ടോ. ഓരോ ടേബിൾ വൈസ് ആണ് അതിൻ്റെ വേക്കൻസി ഇത് കാണാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് A എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാം, A എന്നുള്ളത് കാണാം. പിന്നെ ഇവിടെ അടുത്ത രണ്ടാമത്തെ SSLCൻ്റെ B എന്ന് കാണാം, മറ്റേത് C കാണാം. അത് വെച്ചിട്ടാണ് ഇവിടെ താഴെ എലിജിബിലിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേത് B എന്ന് പറയുന്നത് 10th ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായവർക്ക് ഈ Bയിലുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, അതായത് വേക്കൻസിയിലേക്ക്. ദെൻ Cയിലുള്ളത് നമുക്ക് ഒന്നെങ്കിൽ +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ITI ഏത് ഇന്ന ട്രേഡൊന്നുമില്ല, ജസ്റ്റ് ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക്, എനി ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി 1Dയിലേക്ക് ഡിപ്ലോമ ആണ്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി മറ്റേ ഫാർമസി, DPharm ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യട്ടോ. അങ്ങനെയുള്ള കാറ്ററിംഗ് ഇതിലൊക്കെ ഉണ്ട്. അതിലൊക്കെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, അംഗീകൃത ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ IE എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ 1E എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഡിഗ്രി ആണ്. ഡിഗ്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ പെർഫോമിംഗ് ആർട്സോ BTechോ BE ഒന്നും പറ്റില്ല. ഇവിടെ പറ്റുന്നത് BA, BSc, BCom, BBA, BCA ഇതേപോലെയുള്ള ഡിഗ്രിയെ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ BTech, BE അല്ലെങ്കിൽ ഈ പറയുന്ന പെർഫോമിംഗ് ആർട്സിലൊക്കെ ഡിഗ്രി ഉള്ളവർക്കൊന്നും പറ്റില്ല. ഓക്കെ. അപ്പോൾ അതല്ലാത്ത ബാക്കി എല്ലാ ഡിഗ്രിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് 1F ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഹിന്ദിയിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. MA ഹിന്ദി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MA ഹിന്ദി വിത്ത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് 18 ആണ്, മാക്സിമം 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇൻഎലിജിബിലിറ്റി, അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എലിജിബിൾ ആകില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എലിജിബിൾ ആകില്ല എന്ന് വെച്ചപ്പോൾ IITs, IIM, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, ഈ പറയുന്ന നമ്മുടെ രാജ്യത്തെ വളരെ ഉന്നത
മുൻപന്തിയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. കാരണം ഇത് സമൂഹത്തിൽ എന്താണ് നമ്മൾ എല്ലാവരിലേക്കും എന്താണ് ഈ ഒരു ഇപ്പം നമുക്ക് ഇത്തരം ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമൊന്നും ലഭിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു സ്കീം, ഇൻറ്റേൺഷിപ്പ് സ്കീം. അപ്പോൾ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ IIT പഠിച്ചവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് അവിടെ തന്നെ അതിന് മറ്റു കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള CA, CMA, CS, അതിൽ MBBS, BDS, ഇങ്ങനെ MBA തുടങ്ങിയിട്ടുള്ള PhD, MPhil തുടങ്ങിയിട്ടുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. പിന്നെ നിങ്ങളിപ്പോൾ നിലവിൽ ഏതെങ്കിലും സ്കിൽ അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ്, ഇൻറ്റേൺഷിപ്പ്, എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനി അങ്ങനെയുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് NATS ഓർ NAPS ത്രൂ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരുടെങ്കിലും ഒരു ഇൻകം 12 ലക്ഷത്തിന് മുകളിലൊക്കെ വാർഷിക വരുമാനം, കഴിഞ്ഞ വാർഷിക വരുമാനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനി നിങ്ങളുടെ ഫാമിലി മെമ്പറിൽ ആരെങ്കിലും ഒരാൾക്ക് എന്താണ് ഗവൺമെൻറ് എംപ്ലോയി റെഗുലർ എംപ്ലോയി ആയിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള കുടുംബത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും അവർക്ക് ഇന്നെലിജിബിൾ ആണ്. ഓക്കെ, ഇനി ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 9 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പോർട്ടലൊക്കെ ഞാൻ കാണിക്കാം. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ITൻ്റെ വെച്ച് അപ്ലൈ ചെയ്യണമെങ്കിൽ ITയുടെ മാർക്ക് നോക്കുക, +2ൻ്റെ വെച്ചാണെങ്കിൽ +2, ഇത് ഡിപ്ലോമ അല്ലെങ്കിൽ 10th ഡിഗ്രി എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് നോക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെയാണ്, അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് ക്വാളിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ നേടിയത് അവരിലെ ഷോർട്ട് ലിസ്റ്റാണ് ഉണ്ടാക്കുക. ഷോർട്ട് ലിസ്റ്റ് ഇട്ടാൽ നമുക്ക് ആ ഇൻറ്റേൺഷിപ്പിൻ്റെ ഓഫർ ലെറ്റർ ലഭിക്കും. ഓക്കെ, അതുമായി നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകണം. ഡോക്യുമെൻറ്റ്സ് ഓക്കെ ആയാൽ മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട്. ഓക്കെ, ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റൈപ്പൻ്റെ എമൗണ്ട് മാത്രമാണ് ഉണ്ടാകുക, വേറെ മറ്റു അലവൻസോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 9 മാസം നമുക്കെന്താണ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന അത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ നമുക്കെന്താണ് നല്ല രീതിയിൽ നമുക്കെന്താണ് ആ ഒരു എക്സ്പീരിയൻസ്, നമുക്കൊരു ട്രെയിനിങ് ആണ് ആക്ച്വലി ലഭിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്കുള്ള ഒരു ബെനിഫിറ്റ്. പിന്നെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് CV-യിലൊക്കെ ആഡ് ചെയ്ത് നമ്മളിവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഡാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി നമുക്ക് മറ്റു റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ ആ ഒരു പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്നതിലും നല്ലതാണ് നമ്മൾ ഇത്തരം ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഒരിക്കലും നമുക്കിത് ചെയ്ത് വിചാരിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി ലഭിച്ചോളണമെന്ന് നിർബന്ധമല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇവിടെ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം നമ്മുടെ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 30 വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 30 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് ഇന്ന് മുതൽ വീഡിയോ ചെയ്യുന്ന നമുക്ക് ഓഗസ്റ്റ് 26 മുതൽ നിങ്ങൾക്ക് ഒക്ടോബർ 30 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പം എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ ജോയിൻ GOCL എജുലാൻഡ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്കാണ്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നാണ്, അതിൻ്റെ അവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്റർ ഇൻറ്റേൺഷിപ്പിൻ്റെ ആ ഒരു പോർട്ടൽ ഓപ്പണായി വരും. ഓക്കെ, ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡ് കോർണറിൽ ലോഗിൻ ഒരു രജിസ്റ്റർ എന്നുള്ളത്, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഉണ്ടാകും. അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ ന്യൂ യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് താഴോട്ട് വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ കാണാം നിങ്ങൾക്ക് ഫീച്ചേർഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇതിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ വിവിധ പ്രൈവറ്റ് കമ്പനികളുടെ ഒക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ കേരള, ഓക്കെ, അതുപോലെ ഡിസ്ട്രിക്റ്റ് നമുക്ക് എറണാകുളം കൊടുക്കാം. ഓക്കെ, അപ്പോൾ എറണാകുളം കൊടുത്തപ്പോൾ പവർ ഗ്രിഡിൻ്റെ വേക്കൻസി ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം അതിലും കൊടുക്കാം കേട്ടോ. വീണ്ടും നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് വരണമെങ്കിൽ ഇവിടെ സെക്ടറും പാടും നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഡിസ്ട്രിക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡും വേണമെങ്കിൽ അവിടെ കാണിക്കാം. ഇനി അതിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഉണ്ട്, ഇവിടെ നെക്സ്റ്റ് അടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് അടിച്ചിട്ട് അങ്ങനെയും നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സെക്ടറും പാട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ സെക്ടർ മാറ്റി കൊടുക്കാം. അത് മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയിൽ കൊടുക്കാം. അത് കൊടുത്താൽ എന്തായാലും നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇനി ഓരോന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എല്ലാ വേക്കൻസി ഇതിലുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാം അവിടെ വേക്കൻസി വരും.
ഇപ്പോൾ ഞാനിവിടെ വ്യൂ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഡിപ്ലോമ നിങ്ങൾക്കിവിടെ കാണാം ഇലക്ട്രോണിക്സ് ഇൻറ്റേൺഡ് ആണ്. ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്നു. വ്യൂ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് തുടങ്ങുന്നത് 26 ഓഗസ്റ്റ് മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. 10 സെപ്റ്റംബർ വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 9 മന്ത് ഡ്യൂറേഷനാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് എമൗണ്ട് ഇവിടെ കാണാം. സബ്സിഡൈസ്ഡ് മീൽ ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ സെൻ്ററിൻ്റെ CLSൻ്റെ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ CSLൻ്റെ റിക്രിയേഷൻ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് ഇൻറ്റേണിന് കിട്ടും എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടെ കാണാം, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും അതെടുത്ത് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ അതിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, യെസ് എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപേക്ഷ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്ന 2-3 ക്ലിക്കിൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഈ പോർട്ടലിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്